നമസ്തേ. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വാസ്തു സത്യമോ മിഥ്യയോ എന്നതാണ്. വാസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തു എന്ന് പറഞ്ഞാൽ വസ് എന്ന സംസ്കൃത പദത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വാക്കാണ്. വസ് എന്നാൽ വസിക്കുക, താമസിക്കുക എന്നർത്ഥം. അഥർവവേദത്തിന്റെ ഉപവേദമായ സ്ഥാപത്യ വേദത്തിലാണ് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത്. പുരാണങ്ങൾക്ക് മുമ്പ് തന്നെ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മഹാഭാഗവത്തിലും രാമായണത്തിലുമെല്ലാം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മഹാഭാഗവത്തിൽ നമ്മൾക്കറിയാം, ദ്വാരക പണിഞ്ഞതും മധുര പണിഞ്ഞതും ഒക്കെ വാസ്തുശാസ്ത്രം അനുസരിച്ചാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാമായണത്തിൽ ലക്ഷ്മണനും ശ്രീരാമചന്ദ്രനും കൂടെ സുഗ്രീവന്റെ നഗരമായ കിഷ്കിന്ധയിൽ ചെന്ന് കുടിൽ വെച്ച് താമസിക്കുന്ന സമയത്ത് ആ കുടിലിൻ്റെ വാസ്തു അവരുടെ ദൗത്യത്തിന് വിജയകരമാകും എന്ന് ശ്രീരാമൻ ലക്ഷ്മണന് പറയുന്ന ഒരു ഭാഗം, അതിമനോഹരമായ ഒരു ഭാഗം കിഷ്കിന്ധ കാണ്ഡത്തിലുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? വേദങ്ങൾക്ക് മുൻപ് തന്നെ വാസ്തുശാസ്ത്രം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. വാസ്തുശാസ്ത്രത്തിനെ കുറിച്ച് മറ്റൊരു കഥ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കഥയുണ്ട്. ഒരു വാസ്തു പുരുഷൻ എന്ന് പറയുന്ന കഥ. ഇത് സത്യമാണോ മിഥ്യയാണോ എന്നറിയില്ല. എന്നാലും പണ്ടുകാലത്ത് ശാസ്ത്രീയമായ വശങ്ങൾ പറഞ്ഞു കൊടുത്താൽ ആർക്കും മനസ്സിലാകണമെന്നില്ല. അതിനൊരു കഥയിൽ കൂടെ, അതിനാണ് പുരാണ കഥകൾ എന്ന് പറയുന്നത്. ഒരു കഥയിൽ കൂടെയാണ് പണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ പറയുന്നു, പരമശിവനുമായി അന്ധകാരൻ എന്ന് പറഞ്ഞ ഒരു രാക്ഷസൻ യുദ്ധം ചെയ്യുകയും ആ സമയം പരമശിവന്റെ വിയർപ്പുതുള്ളിയിൽ നിന്നുണ്ടായതാണ് വാസ്തുപുരുഷൻ എന്നും പറയുന്നു. ഈ വാസ്തുപുരുഷൻ ജനങ്ങൾക്കെല്ലാം ദുരിതങ്ങളും പ്രയാസങ്ങളുമാക്കി ദേവന്മാർക്കും അവർക്കും സ്വസ്ഥയില്ലാതായപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ദേവന്മാർ ചെന്ന് പറയുകയാണ്, ഇയാളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി തരണമെന്ന്. അപ്പം ബ്രഹ്മാവ് പറയുന്ന ഒരു കാര്യം ചെയ്യുക, ഇയാളുമായി യുദ്ധം ചെയ്ത് ഇയാളെ ഭൂമിയിലേക്ക് തള്ളി താഴെയിടുക. ഭൂമിയിൽ വീണ വാസ്തുപുരുഷൻ വടക്ക് കിഴക്ക് ഭാഗത്ത് തലയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാലും തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും ഭാഗത്ത് രണ്ട് കൈകളും വരുന്ന രീതിയിൽ കമന്നാണ് വീഴുന്നത്. ഇങ്ങനെയാണ് പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇത് കഥയാവാം, സത്യമോ മിഥ്യമോ എന്നുള്ളതല്ല. അപ്പം അങ്ങനെ വീണ വാസ്തുപുരുഷന്റെ ശല്യം ഭൂമിയിൽ ജനങ്ങൾക്കായി. അപ്പം ഭൂമിവാസികൾ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയാണ്. അങ്ങനെ ബ്രഹ്മാവ് 53 ദേവന്മാരെ ഈ വാസ്തുപുരുഷന്റെ വിവിധ അംഗങ്ങളിലായിട്ട് വിന്യസിക്കുന്നു. അങ്ങനെ ഈ വാസ്തുപുരുഷന് ബലഹീനനായി ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ വാസ്തുപുരുഷൻ ബ്രഹ്മാവിനോട് പറയുകയാണ്, രക്ഷിക്കണം, ഒരു രക്ഷയില്ല, അനങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ശരി, നീ ഒരു കാര്യം ചെയ്യുക, ഭൂമിയിലെ ജനങ്ങൾ ഒരു വീട് വയ്ക്കുന്ന സമയം ശിലാന്യാസം, കട്ടള വെപ്പ്, വീടിൻ്റെ പാല് കാച്ചൽ എന്നീ സന്ദർഭങ്ങളിൽ നടക്കുന്ന പൂജ വാസ്തുപൂജ എന്നറിയപ്പെടും. ഈ പൂജ സ്വീകരിച്ച് ഭൂമിയിൽ നീ സന്തോഷവാനായിട്ടിരിക്കുക. പുരാണ കഥകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വാസ്തുശാസ്ത്രം മുമ്പോട്ട് പോകുന്നത്. പഞ്ചഭൂതങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ 5 എലമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും എന്തും നിലനിൽക്കുന്നത് അല്ലേ? അപ്പം ഈ വാസ്തുശാസ്ത്രവും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ്. ഭൂമിയിൽ വായു കിട്ടുന്നത്, പ്രകാശം കിട്ടുന്നത്, ജലം കിട്ടുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു വീട് വയ്ക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് പാർപ്പിടം എന്ന് പറയുന്നത്. മറ്റൊരു വാസ്തുശാസ്ത്രം കൂടെ പറയുന്നുണ്ട്, ചൈനീസ് വാസ്തുശാസ്ത്രം. അത് വേറൊരു കഥ പറയുന്നത്, ബുദ്ധ സന്യാസിമാർ ബുദ്ധ മതം പ്രചരിപ്പിക്കാനായിട്ട് ചൈനയുടെ പോകുന്ന സന്ദർഭങ്ങളിൽ അവിടെ ഭാരതീയ വാസ്തുശാസ്ത്രം പ്രചരിപ്പിക്കുകയും അവിടുത്തെ ദേശാടിസ്ഥാനവും കാലാവസ്ഥയും അല്ലെങ്കിൽ ഭൂപ്രകൃതിയും ജനങ്ങളുടെ ജീവിത രീതിയുമൊക്കെ ഉൾക്കൊണ്ട് ക്രമേണ ഉണ്ടായ ഒരു ശാസ്ത്രമായി ഫെങ്ഷുയി എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ചൈനീസ് വാസ്തുശാസ്ത്രം. പുരാതനമായ ഭാരതീയ വാസ്തുശാസ്ത്രവും ചൈനീസ് വാസ്തുശാസ്ത്രവും സമന്വയിപ്പിച്ച് വസ്തുവിൻ്റെ ദോഷങ്ങൾ മാറുന്നതിനായിട്ട് പിരമിഡ് ശാസ്ത്രം, രത്നശാസ്ത്രം, മന്ത്രശാസ്ത്രം, ലോഹശാസ്ത്രം എന്നീ ശാസ്ത്രങ്ങളെ സമന്വയിപ്പിച്ച് ആധുനികരമായ രീതിയിൽ രൂപീകരിക്കപ്പെട്ട ഒരു ശാസ്ത്രശാഖയാണ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം.
ഈ സംയോജിത വാസ്തുശാസ്ത്രമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇനി വാസ്തുപരമായി ഞാൻ കുറേ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് നോക്കുക. ഇപ്പം കിഴക്കോട്ട് ദർശനമായ വീട് പടിഞ്ഞാറ്റിനി എന്ന് പറയുന്നു. പടിഞ്ഞാറേക്ക് ദർശനമായ വീടിനെ കിഴക്കിനി എന്ന് പറയുന്നു. തെക്കോട്ട് ദർശനമായ വീടിനെ വടക്കിനി എന്ന് പറയുന്നു. വടക്കോട്ട് ദർശനമായ വീടിനെ തെക്കിനി എന്ന് പറയുന്നു. ഒരു വീടിൻ്റെ ഫ്രണ്ട് വശത്ത് അല്ലെ മുൻവാതിലിന് നേരെ നമ്മൾ ചിലർ ഈ ചെരുപ്പുകൾ കൂട്ടിയിടുന്ന കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഫ്രണ്ട് വാതിലിന് നേരെ ചെരുപ്പുകൾ കൂട്ടിയിടാൻ പാടില്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരിക്കലും ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് വെക്കാൻ പാടില്ല. വടക്ക്, അതായത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഭാഗം വീടിൻ്റെ നല്ല വസ്തുവിൻ്റെ ഏറ്റവും എനർജി ഉള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് യാതൊരു വിധമായ നെഗറ്റീവുകളും അശുദ്ധമായോ കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അവിടാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. ഈശാന കോണം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. നമ്മുടെ പ്രധാന വാതിലിന് നേരെ യാതൊരു വിധമായ തടസ്സങ്ങൾ, വലിയ മരങ്ങൾ, വലിയ പൊക്കത്തിലുള്ള മതിലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല. നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് കാലമായി നമ്മൾ എടുക്കാതിരിക്കുന്ന കുറേ പത്രക്കെട്ടുകൾ കാണും, കുറേ ബുക്സ് കാണും, ബുക്ക് ഷെൽഫ് കാണും, അല്ലെങ്കിൽ കുറേ ഡ്രസ്സ് ശേഖരങ്ങൾ കാണും, കുറേ പാത്രങ്ങൾ കാണും, അല്ലെങ്കിൽ വീടിൻ്റെ ഏറ്റവും മേളിലായിട്ട് കുറേ എടുക്കാതെ വെച്ചിരിക്കുന്ന കുറേ കെട്ടുകൾ എല്ലാം കാണും. ഇതിങ്ങനെ വെക്കാൻ പാടില്ല. വല്ലപ്പോഴും ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഈ പത്രക്കെട്ടുകളായാലും ഡ്രസ്സുകളായാലും ബുക്കുകളായാലും ഈ സാധനങ്ങളായാലും ഒന്ന് എടുത്ത് തിരിച്ചും മറിച്ചും ഒന്ന് അനക്കി വയ്ക്കുന്നത് അവിടുത്തെ നെഗറ്റീവ് എനർജി മാറി അത് പോസിറ്റീവ് എനർജി ആക്കുന്നതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യണം തന്നെയാണ്. കൂടാതെയുണ്ട് അംഗവൈകല്യം സംഭവിച്ച പ്രതിമകൾ, ഓടാതെ നിൽക്കുന്ന ക്ലോക്ക്, അങ്ങനെ ധാരാളം സാധനങ്ങൾ, ഉപയുക്തമല്ലാത്ത സാധനങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ അവിടെയെല്ലാം എനർജി നെഗറ്റീവായിരിക്കും. നമ്മുടെ പ്രധാന വാതിലിന് നേരെ വലിയ വൃക്ഷങ്ങളോ വലിയ മതിലുകളോ വരാൻ പാടില്ല. ഇവിടെ നമ്മുടെ ഓരോ വീടിനും ജീവനുണ്ട്. ആ ജീവനുള്ളത് കൊണ്ടാണ് ഗൃഹമധ്യസൂത്രം അല്ലെങ്കിൽ ബ്രഹ്മസൂത്രം, യമസൂത്രം, കർണസൂത്രം എന്നൊക്കെ പറയുന്നത്. നാസികയായിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു ഗൃഹത്തിൻ്റെ ശ്വാസം പോകേണ്ട വഴികളാണ് ഈ പറഞ്ഞത്. ഇവിടെയൊക്കെ ഇതൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മുമ്പ് ഞാൻ പറഞ്ഞു, ഇതെല്ലാം പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു. കൂടുതൽ ഇൻഫർമേറ്റീവായ കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.